ജയ്ഷെ മുഹമ്മദ് സ്ഥാപകനും കൊടും ഭീകരനുമായ മസൂദ് അസർ മുങ്ങിയതായി സൂചന. ബഹാവൽപൂർ ശക്തി കേന്ദ്രത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെയുള്ള സ്ഥലത്തേക്കാണ് പോയത്. ഭാരതം പതിക്കുമെന്ന ഭയത്തിലാണ് മസൂദ് അസർ മുങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹാവൽപൂരിൽ നടത്തിയ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ജയ്ഷെ മുഹമ്മദ് സ്ഥാപനം കൊടും ഭീകരനുമായ മസൂദ് അസർ എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിൽ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏത് നിമിഷവും വധിക്കും എന്നുള്ള ഭയം അയാളെ വേട്ടയാടുന്നുണ്ട്. കാരണം പാക് അധീന കശ്മീരിലെ ബഹാവൽപൂർ അവരുടെ ശക്തി ദുർഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വെച്ചാണ് അയാൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇന്ത്യയിലേക്ക് കടന്നു കയറി അയാൾ പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യ തിരിച്ചു നടത്തിയ ആക്രമണത്തിൽ അയാളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 11 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. ഇതിന് പിന്നാലെ POKയിലെ ബഹാവൽപൂർ ഇനി സുരക്ഷിതമല്ല എന്ന് മസൂദ് അസറിനെ ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അവിടെ നിന്നും ഏതാണ്ട് 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ മസൂദ് അസറിൻ്റെ അനുയായികൾ അദ്ദേഹം POKയിൽ തന്നെയുണ്ട്, ബഹാവൽപൂരിൽ തന്നെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചില പഴയ പ്രസംഗങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അത് മൈൻഡ് ചെയ്തിരുന്നില്ല. ഇപ്പോഴിതാ ഇന്ത്യയുടെ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അയാൾ ബഹാവൽപൂരിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അയാളുണ്ട്. ഇന്ത്യ വധിക്കുമെന്ന ഭയത്താലാണ് അയാൾ ഒളിച്ചോടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട മസൂദ് അസർ POKയിൽ ബഹാവൽപൂരിൽ തുടരാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.